മഹാബലിയെ വരവേൽക്കാൻ പൂക്കളമൊരുക്കി ഓണസദ്യ കഴിഞ്ഞ് മലയാളി വിശ്രമിക്കുമ്പോൾ ഇതാ ഓണാഘോഷത്തിന്റെ ആരവം അടുത്ത ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 10 ദിവസത്തെ ഓണം കഴിഞ്ഞാലും കേരളത്തിൽ ആഘോഷങ്ങൾക്ക് അവസാനമില്ല. കാരണം ഒക്ടോബർ 3 ഓണാട്ടുകരയുടെ ആവേശമായ ഓച്ചിറയിലെ 28ാം ഓണം. കൊട്ടാരക്കണക്കിനുള്ള ഈ കാഴ്ച കണ്ടാൽ അറിയാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓണാട്ടുകരയുടെ ഹൃദയഭൂമിയിലാണ്. ഓച്ചിറപ്പടനിലം 28ാം ഓണത്തിനുള്ള ആവേശത്തിനായി തയ്യാറെടുക്കുകയാണ്. മലയാള മാസം കന്നിയിലെ തിരുവോണമാണ് 28ാം ഓണം. ഓണാട്ടുകരയിലെ 52 കരകളുടെയും വിശ്വാസവും കൂട്ടായ്മയും സർഗാത്മകതയും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ കാളകെട്ട് മഹോത്സവം യാഥാർത്ഥ്യമാകുന്നത്. കാർഷിക സമൃദ്ധിയുടെയും പരബ്രഹ്മത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പ്രതീകമാണിത്. 100 കണക്കിന് ആളുകളുടെ മാസങ്ങളായുള്ള അധ്വാനമാണ് ഈ കെട്ടുകാളകൾ. 7-ലധികം നിലകളുള്ള 100 അടിയിലേറെ ഉയരമുള്ള ഈ ഭീമാകാരന്മാർക്ക് ഇപ്പോൾ അവസാന മിനുക്ക് പണികളാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഓരോ കെട്ടുകാളയും ഓരോ കരയുടെ അഭിമാനമാണ്. മത്സരിച്ച് ഏറ്റവും മികച്ച കാളയെ ഒരുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നാട്ടുകാർ. ഈ കാഴ്ചയ്ക്ക് പിന്നിലെ ഒരു വലിയ രഹസ്യം അറിയാമോ? മുള, വൈക്കോൽ, പല വർണ്ണത്തിലുള്ള തുണികൾ, കയറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ കാളകളെ പടുത്തുയർത്തുന്നത്. രാപ്പകൽ ഇല്ലാതെയാണ് കരക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. ഓരോ കാളയ്ക്കും ഓരോ ഭാവമാണ്, ഓരോന്നിനും വ്യത്യസ്തമായ ശില്പഭംഗിയാണ്. ഇവ വെറും കാളകളല്ല, ഈ മണ്ണിലെ മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള തുണികളാണ് പ്രധാനമായും ഇതിനായി ഉപയോഗിക്കുന്നത്. കാളയുടെ തല മുതൽ വാലിന്റെ അറ്റം വരെ ഓരോ ഭാഗവും അതീവ ശ്രദ്ധയോടെയാണ് ഒരുക്കുന്നത്. ഇത് വെറുമൊരു ഉത്സവമല്ല, ഓണാട്ടുകരയുടെ തനത് കലാരൂപമാണ്, ഒരു നാടൻ എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. ഒക്ടോബർ 3 ഈ കാഴ്ചകൾക്ക് ജീവൻ വയ്ക്കും. ചെണ്ടമേളങ്ങളുടെയും കരഘോഷങ്ങളുടെയും അകമ്പടിയോടെ ഓരോ കരയിൽ നിന്നും കെട്ടുകാളകൾ ഓച്ചിറ പടനിലത്തേക്ക് ഒഴുകിയെത്തും. കൂറ്റൻ കാളകളെ കയറുകളിൽ വലിച്ച് പടനിലത്ത് നിരത്തി പ്രദക്ഷിണം വെക്കുന്ന ആ രംഗം അത് നേരിട്ട് കണ്ടറിയേണ്ട അനുഭൂതിയാണ്. ഇതിലെ ഏറ്റവും വലിയ ആകർഷണം ഈ കാളകളുടെ ഉയരം തന്നെയാണ്. ചില കാളകൾക്ക് 7 നിലകളുള്ള കെട്ടിടത്തിന്റെ ഉയരം വരെ ഉണ്ടാകും. ഈ ഭീമാകാരന്മാരെ ക്രെയിനുകളുടെ സഹായത്തോടെയാണ് എഴുന്നള്ളത്തിനായി തയ്യാറാക്കുന്നത്. ഈ ഒരു ദിവസം ഓച്ചിറ പടനിലം അതൊരു ജനസാഗരമാകും. അപ്പോൾ ഓണാട്ടുകാരിയുടെ ഈ ആവേശം, ഓച്ചിറയുടെ ഈ കെട്ടുകാഴ്ച നിങ്ങൾ ഈ വർഷം കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതിനു മുൻപ് ഓച്ചിറ കാളകെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഒക്ടോബർ 3 ഓച്ചിറ പടനിലം കാളകളുടെ ചിഹ്നം വിളികളാൽ മുഖരിതമാവും. അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഉടൻ വരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ കാഴ്ചകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.